അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മൾ ചേട്ടൻ്റെ പച്ചക്കറിത്തോട്ടത്തിലാണ് വന്നിട്ടുള്ളത്. 3-4 പീച്ചിങ്ങ മൂക്കാറായി കിടപ്പുണ്ടായിരുന്നു. അപ്പം അത് പറിക്കാനായിട്ടാണ് വന്നത്. ആക്ച്വലി നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനായതുകൊണ്ട് തന്നെ നമ്മൾ അധികം മൂപ്പിക്കാണ്ട് ഈ പീച്ചിങ്ങയൊക്കെ പറിച്ചെടുക്കുവാണേ. ഇത് 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ്. 2 ദിവസമായിട്ട് നമുക്ക് 6 പീച്ചിങ്ങയും കുറച്ച് വെണ്ടയ്ക്കയാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ മാത്രമേ നമ്മളിവിടെ വെക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ ചീര കൃഷിയുടെ, അതായത് ചീര വിളവെടുത്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു ചീരയില്ലേ എന്ന്. ആക്ച്വലി കുറച്ച് ചീരയേ ഉള്ളൂ. കുറച്ചുകൂടെ ചീര വരുമ്പോൾ ഈ ചോദിക്കുന്നവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് കൃഷികളൊക്കെ ഇവിടെ ഉണ്ട്. പടവലങ്ങ, പീച്ചിങ്ങ. അതിനകത്ത് ഇപ്പോൾ പീച്ചിങ്ങയും ചീരയും മാത്രമാണ് നമ്മളിപ്പം വീട്ടിലെ ആവശ്യത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ പാവയ്ക്കയൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ, ചെറുതായി വരുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രായത്തിൽ പീച്ചിക്ക കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു കിളന്ത് പ്രായത്തിൽ വീട്ടിലേക്ക് ആവശ്യമായതുകൊണ്ടിട്ടാട്ടോ നമ്മളിപ്പോൾ എടുത്തത്. പിന്നെ കുറച്ചും കൂടെ മൂത്ത് പോയ ഇതിൻ്റെ ടേസ്റ്റിൽ ഇത്തിരി ചേഞ്ചസ് വരും. അതുപോലെ തന്നെ കുറച്ച് വെണ്ടയ്ക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇനിയും നമ്മൾ കുറേ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് മൂത്ത് പോകുന്നുള്ളത് കൊണ്ട് ആ കിട്ടിയ 5-6 നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായതായതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും കറിക്കകത്തൊക്കെ നമുക്ക് ഇടാമല്ലോ, ഇപ്പം അല്ലെങ്കിൽ സാമ്പാർ വയ്ക്കാനായിട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇത്രയും മാത്രമാണ് നമ്മുടെ വെണ്ടയ്ക്ക കിട്ടിയിട്ടുള്ളത്. അപ്പം രണ്ടാമത് വന്നിട്ടാണ് നമ്മൾ വീണ്ടും പീച്ചിങ്ങ വീണ്ടും ഒക്കെ പറിച്ചത്. നമ്മൾ 3 വീട്ടിലത്തേക്കും ഒക്കെ എടുക്കാനായിട്ട് ആ ഒരു ടൈമിലൊക്കെ ആയപ്പം അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഇത്രയാട്ടോ നമ്മൾ ഇന്ന് പറിച്ചത്. പിന്നെ അതുപോലെ തന്നെ അവസാനമൊക്കെ ആയപ്പം പരാഗണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് 5-6 പൂവൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും വീഡിയോയ്ക്ക് ക്ലാരിറ്റി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞാൻ ഇതിനകത്തൊന്നും ഇടപെടാറില്ല. ചീര നടാൻ മാത്രമൊക്കെ ഞാൻ കൂടാറുള്ളൂ. ബാക്കിയെല്ലാം ചേട്ടായി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണം.